എന്താ? അവൾ അവൻ്റെ കയ്യിൽ നിന്നും കുതറിമാറാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. നീ എന്തിനാ ഈ വയറ്റത്ത് കൈയും വെച്ച് ഗർഭിണികൾ നടക്കുന്നത് പോലെ നടക്കുന്നത്? കുറച്ച് ചോറ് കഴിച്ചതിനാണോ? അവൻ പുരുകം പൊക്കി ദേഷ്യത്തോട് ചോദിച്ചു. പിന്നെ ഞാൻ ഇത്രയും ഫുഡൊന്നും കഴിക്കില്ല. ഇതിപ്പോൾ ഞാൻ 2 നേരം കഴിക്കുന്ന ഫുഡാണ് ഒരു നേരം കൊണ്ട് കഴിച്ചത്. എൻ്റെ വയറിപ്പോൾ പൊട്ടും. അവൾ ചുണ്ടുകൾ ചുളുക്കി പരാതി പോലെ അവനോട് പറഞ്ഞു. ഓ പിന്നെ അത്രയ്ക്കൊന്നും ഞാൻ വിളമ്പിയില്ല. നിന്റെ ഈ വയറിന് കൊള്ളാവുന്ന ഫുഡ് മാത്രമേ ഞാൻ നിനക്ക് ഇട്ടുള്ളൂ. കൂടുതൽ ഷോ ഒന്നും കാണിക്കണ്ട. ഇനി നിനക്ക് ഇങ്ങനെ വയറും വീർപ്പിച്ച് നടക്കുന്നത് അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഞാനുണ്ടല്ലോ ഇവിടെ, ഞാൻ സഹായിക്കാം. അവൻ അടിമുടി അവളെ നോക്കി ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു. അയ്യേ, എനിക്കൊന്നും വേണ്ട, അങ്ങോട്ട് മാറി നിൽക്ക്, വയറ് വീർപ്പിക്കാൻ വന്നേക്കുന്നു. അവൾ അവൻ്റെ നെഞ്ചിൽ തള്ളി അവനെ മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ അവളുടെ ഇടുപ്പിൽ കൂടി കൈ ഇട്ട് അവളെ അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു. ഞാനൊന്ന് അറിഞ്ഞു വിചാരിച്ചാ നീ 1 മാസം കഴിയുമ്പോഴേക്കും വയറു വീർപ്പിക്കും, കാണണോ നിനക്ക്? അവൻ അവളുടെ മുഖത്തിൻ്റെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. എന്താടി, സത്യം തന്നെയാ പറഞ്ഞത്, കാണണോ നിനക്ക്? അവൻ പുരുകം പൊക്കി വീണ്ടും ചോദിച്ചു. വേണ്ട. അവൻ പറഞ്ഞാൽ അത് പറഞ്ഞതുപോലെ ചെയ്യുമെന്ന് അറിയാവുന്നത് അവൾ പേടിച്ച് വേണ്ടെന്ന് ചുമലിനനക്കി. അവൻ അവളുടെ വീർപ്പിച്ച് വെച്ചിരിക്കുന്ന മുഖത്തേക്ക് നോക്കി. ഇപ്പൊ പൊട്ടുവെന്ന രീതിയിൽ വീർപ്പിച്ച് വെച്ചിരിക്കുകയാണ് അവളുടെ മുഖം. അത് കണ്ടതും അവനൊരു കുസൃതി തോന്നി. അവൻ ഒരു കൈ അവളുടെ ഇടുപ്പിൽ ചുറ്റി മറുകൈ കൊണ്ട് അവളുടെ മുഖം ഒന്ന് സൈഡിലേക്ക് തിരിച്ചുകൊണ്ട് അവളുടെ ഇടത് കവിളിലൊന്ന് അമർത്തിക്കടിച്ചു. ആ വേദന കൊണ്ട് അവൾ വിളിച്ചു. ചെറുതായിട്ട് ഞാനൊന്ന് കടിച്ചപ്പോൾ ഇങ്ങനെ കരയുകയാണെങ്കിൽ എങ്ങനെയാ മോളെ ബാക്കി കാര്യങ്ങളൊക്കെ? അവൻ അവളെ നോക്കി കളിയാക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ മുഖം കൂർപ്പിച്ചു വെച്ചുകൊണ്ട് അവനെ നോക്കി. ഇങ്ങനെ നോക്കല്ലേ, മോക്ക് തന്നെ പണിയാവേ. എനിക്ക് മുന്നും പിന്നൊന്നും നോക്കാനില്ല, അറിയാലോ. നിന്റെ വീട്ടുകാരെ തോൽപ്പിക്കാൻ ഞാൻ ഏതറ്റം വരെയും പോകും. അവൻ കുറച്ച് കടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. വീട്ടുകാരെ തോൽപ്പിക്കാനാണെങ്കിൽ എന്നെ ഉപദ്രവിക്കുക ചെയ്യേണ്ടത്, അല്ലാതെ തോന്നുമ്പോൾ കിസ് ചെയ്യുകയും ഇങ്ങനെ കടിക്കുകയൊക്കെ ചെയ്യുന്നത് ഞങ്ങളുടെ നാട്ടിൽ റൊമാൻസ് എന്നാണ് പറയുന്നത്, അല്ലാതെ ദേഷ്യമൊന്നല്ല. അവൾ അവനെ നോക്കി മുഖം കൊട്ടി കാണിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ മുറുകി. ആ അവളൊന്ന് ഏങ്ങിക്കൊണ്ട് അവൻ്റെ ഡ്രസ്സിൽ കരങ്ങൾ അമർത്തിക്കൊണ്ട് ഒന്ന് ഉയർന്നു പൊങ്ങി. അവൻ അവളുടെ ഇടുപ്പിൽ നിന്നും കൈകൾ വിടാതെ തന്നെ അവളിലേക്ക് ചാഞ്ഞുകൊണ്ട് അവളുടെ ചുണ്ടിൽ അമർത്തിക്കടിച്ചു. അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു പിടിച്ചു. കൈകൾ അവൻ്റെ ഡ്രസ്സിൽ പിടിമുറുക്കി. അവളുടെ ചുണ്ടുകൾ അവൻ്റെ ഉമിനീരിനാൽ കുതിർന്നു. ചുണ്ടിൽ പല്ലുകൾ വേദന തീർത്തപ്പോൾ അവൻ്റെ നാവും ഉമിനീരും അതിന് മറുമരുന്നായി മാറി. ഏറെ നേരത്തെ ചുംബനത്തിനൊടുവിൽ അവൻ അവളെ മോചിപ്പിച്ചു. പിന്നെ പുറകിലേക്കൊന്ന് തള്ളിയതും അവൾ പുറകിലേക്ക് വേയിച്ചു നിന്നു. ഞാൻ നിന്നെ ശിക്ഷിക്കുന്നത് ഇങ്ങനെയാടി, ഇതൊക്കെ വെറും സാമ്പിൾ മാത്രാ, ഒറിജിനൽ ഇന്ന് രാത്രിയിൽ അരങ്ങേറും. അവൻ മുണ്ടൊന്ന് മടക്കി കുത്തി അവളെ വശ്യമായി ഒന്ന് അടിമുടി നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ട് അവൾ വായും തുറന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ അവളെ പുച്ഛിച്ച് കാണിച്ചിട്ട് പുറത്തേക്ക് പോകാൻ തുടങ്ങി. എവിടെ പോവാ? അവൻ പുറത്തേക്ക് പോകുന്നത് കണ്ടതും അവൾ സംശയത്തോടെ പുറകിൽ നിന്നും വിളിച്ചു ചോദിച്ചു. ഒരു ഫ്രണ്ടിനെ കാണാൻ. അവൻ തിരിഞ്ഞു നിന്ന് മറുപടി പറഞ്ഞു. ഏത് ഫ്രണ്ട്? അവൾ വീണ്ടും സംശയത്തോടെ ചോദിച്ചു. എൻ്റെ എല്ലാ ഫ്രണ്ട്സിനെയും നിനക്കറിയോ? അവൻ തിരിഞ്ഞു നിന്ന് അവളെ നോക്കി പുരികം പൊക്കി കുറച്ച് ദേഷ്യത്തോടെ ചോദിച്ചതും അവൾ ഇല്ലെന്നുള്ള അർത്ഥത്തിൽ ചുമലനക്കി. അവൻ അവളെ ഒന്ന് നോക്കിയിട്ട് കാറുമായി ഇറങ്ങി. അവൾ അവൻ എവിടെ പോയതാണെന്നുള്ള സംശയത്തോടെ അവിടെ ഇരുന്നു. ഗിരിയുടെ കൂടെ വീട്ടിലേക്ക് തിരിച്ചതാണ് മിത്ര. അവൾക്ക് ഗിരിയോട് എന്തൊക്കെയോ പറയണമെന്നുണ്ടെങ്കിലും പേടിച്ച് ഇട്ടിരിക്കുന്ന ഡ്രസ്സിൽ വിരൽ കറക്കി പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് അവൾ. ഇതുപോലൊരു അവസരം ഇനി കിട്ടിയെന്ന് വരില്ല. ഗിരിയേട്ടനോട് എങ്ങനെയാ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നത്? ഞാനതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗിരിയേട്ടൻ എന്നോട് ദേഷ്യപ്പെടുവോ? ചിലപ്പോൾ എന്നെ വഴിയിലിറക്കി വിടുമായിരിക്കും. എങ്ങനെയാ ഞാനിതൊക്കെയൊന്ന് ഗിരിയേട്ടനോട് അവതരിപ്പിക്കുന്നത്? പേര് പറഞ്ഞതുപോലെ ഈ ഒരു അവസരം പിന്നെ കിട്ടിയെന്ന് വരില്ല. ചിലപ്പോൾ അമ്മ പറയുന്ന വേറെ ആരെങ്കിലും ഗിരിയേട്ടൻ വിവാഹം കഴിച്ചാൽ എനിക്കത് താങ്ങാൻ പറ്റില്ല. എന്തു വന്നാലും ഇന്ന് തന്നെ എൻ്റെ മനസ്സിലുള്ള ഇഷ്ടം ഗിരിയേട്ടനോട് അറിയിക്കണം. അവൾ മനസ്സിൽ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു. നീ ഇപ്പോൾ ഡിഗ്രി ഏത് വർഷമാണ് പഠിക്കുന്നത്? ഡ്രൈവിങ്ങിനിടയിൽ ഗിരി സംശയത്തോടെ അവളോട് ചോദിച്ചു. പക്ഷെ മിത്ര വേറെ ഏതോ ലോകത്തായിരുന്നു. അവൻ പറയുന്നതൊന്നും അവൾ കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവൾ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഡി, അവൻ ഉച്ചത്തിൽ അവളെ നോക്കി വിളിച്ചതും അവൾ ഞെട്ടി അവനെ നോക്കി. എന്താ? അവൾ പേടിച്ചവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. നീ ഇത് ഏത് ലോകത്താ? നിന്നോട് ഞാൻ ചോദിച്ചത് കേട്ടോ? അവൻ കുറച്ച് കടുപ്പിച്ച് ചോദിച്ചു. ഇല്ല, കേട്ടില്ല. അവൾ ഇല്ലെന്ന് ചുമലനക്കിക്കൊണ്ട് പറഞ്ഞു. നീ ഇപ്പോൾ ഡിഗ്രി ഏത് വർഷമാണെന്ന് അവൻ വീണ്ടും ചോദിച്ചു. അത് സെക്കൻഡ് ഇയർ, അവൾ മറുപടി പറഞ്ഞു. അവനൊന്ന് അമർത്തി മൂളിക്കൊണ്ട് വീണ്ടും ഡ്രൈവിങ്ങിൽ ശ്രദ്ധ തിരിച്ചു. ഗിരിയേട്ടാ. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവൾ രണ്ടും കൽപ്പിച്ച് അവനെ വിളിച്ചു. ആ എന്താ? അവൻ സംശയത്തോടെ അവളെ നോക്കി പുരികം പൊക്കി ചോദിച്ചു. അത് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അവൾ പേടിയോടെ അവനെ നോക്കി. എന്താ കാര്യം? അവൻ വീണ്ടും ചോദിച്ചു. അത് ഞാൻ ഞാൻ പറയുമ്പോൾ ഗിരിയേട്ടനോട് ദേഷ്യപ്പെടരുത്, അവൾ പേടിയോടെ മറുപടി പറഞ്ഞു. ആദ്യം നീ കാര്യം പറ, പിന്നല്ലേ തീരുമാനിക്കുന്നത് ദേഷ്യപ്പെടണോ ദേഷ്യപ്പെടണ്ടായോ എന്ന്.
ദേഷ്യപ്പെടേണ്ട കാര്യമാണെങ്കിൽ ദേഷ്യപ്പെടും. അല്ലാതെ എനിക്ക് ദേഷ്യം ഉള്ളിലൊതുക്കി നിന്റെ മുമ്പിൽ ചിരിച്ചു കാണിക്കാനൊന്നും പറ്റില്ല. അവൻ കുറച്ച് കടുപ്പിച്ച് പറഞ്ഞതും അവൾ യാന്ത്രികമായി അവനെ നോക്കി തലയാട്ടി. എന്താ നിനക്ക് പറയാനുള്ളത്? അവൻ അവളെ നോക്കി ചോദിച്ചു. അത് പിന്നെ എനിക്ക് ഗിരിയേട്ടനെ. അവൾ ബാക്കി പറയാതെ നിർത്തി. എന്നെ? അവൻ പുരികം പൊക്കി. എനിക്ക് ഗിരിയേട്ടനെ എനിക്ക് ഗിരിയേട്ടനോട്. അവൾക്കത് എങ്ങനെ അവനോട് പറയണമെന്ന് അറിയില്ലായിരുന്നു. അവളിരുന്ന് തപ്പിപ്പെറുക്കാൻ തുടങ്ങി. ഡി പുല്ലേ, എന്തേലും പറയാനുണ്ടെ പറഞ്ഞു തൊലയ്ക്ക്. കുറെ നേരമായി. അവൻ ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ ഞെട്ടിപ്പോയി. എനിക്ക് പിന്നെ ഗിരിയേട്ടനെ എനിക്കിഷ്ടമാണ്. അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു പിടിച്ചുകൊണ്ട് ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു. പെട്ടെന്ന് അത് കേട്ട് അവൻ സഡൻ ബ്രേക്കിട്ട് വണ്ടി നിർത്തി. അവൾ അവനെ നോക്കാതെ തന്നെ കണ്ണുകൾ ഇറുക്കി അടച്ചു പിടിച്ചിരുന്നു. ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് കൈകൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൽ അമർത്തി പിടിച്ചു. അവൻ്റെ ഒരു ഒച്ചയും ചീത്തവിളിയും മറ്റുമാണ് അവൾ പ്രതീക്ഷിച്ചിരുന്നത്. നിമിഷങ്ങൾ കഴിഞ്ഞിട്ടും അവൻ്റെ അനക്കോ ഒച്ചയൊന്നും കേൾക്കാഞ്ഞതും അവൾ കണ്ണുകൾ തുറന്നു നോക്കി. അവളെ നോക്കി പുച്ഛത്തോടെ ചിരിക്കുന്ന ഗിരിയെ കണ്ടതും അവൾ സംശയിച്ചു. നീ എന്താ ഇപ്പൊ പറഞ്ഞത്? നിനക്കെന്നെ ഇഷ്ടമാണെന്നോ? അവൻ പരിഹാസത്തോടെ അവളെ നോക്കി ചോദിച്ചതും അവൾ ആണെന്ന് തലകുലുക്കി. തടിച്ചി, നിന്നെയാണോടി ഞാൻ ഇഷ്ടപ്പെടേണ്ടത്? തടിച്ചി. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പരിഹാസത്തോടെ പറഞ്ഞതും പെട്ടെന്ന് അവൻ്റെ നാവിൽ നിന്നും ആ പരിഹാസത്തോടെയുള്ള വാക്ക് കേട്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ തലകുനിച്ചിരുന്നു. പ്രേമിക്കാൻ കണ്ട ചരക്ക്. അയ്യോ, ഞാൻ ആരോടാ ഇതൊന്ന് പറഞ്ഞു ചിരിക്കുന്നേ? ഇടി തടിച്ചി, സ്വയം കണ്ണാടിയിലൊന്ന് നോക്ക്. എന്നിട്ട് ഞാനുമായിട്ട് നീ ചേരുമോന്ന് നോക്ക്. എന്നിട്ട് പ്രേമിക്കാൻ വാ. അവൻ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞതും അവൾക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ വന്നു. അവൾ കണ്ണുകൾ നിറച്ച് ദേഷ്യത്തോടെ അവനെ നോക്കി. എന്താടി നോക്കി പേടിപ്പിക്കുന്നേ? അവളുടെ നോട്ടം കണ്ട് അവൻ ചോദിച്ചതും അവളുടെ കരങ്ങൾ അവൻ്റെ കവളിൽ പതിഞ്ഞിരുന്നു. അവൻ കവളിൽ കൈവച്ചുകൊണ്ട് അവളെ നോക്കി. ഗിരിയേട്ടന് എന്നെ ഇഷ്ടമല്ലെങ്കിൽ അല്ലെന്ന് പറഞ്ഞാൽ മതി. അല്ലാതെ എൻ്റെ ശരീരത്തെ പരിഹസിക്കേണ്ട കാര്യമില്ല. ഗിരിയേട്ടനും എല്ലാം തികഞ്ഞിട്ടിരിക്കുമല്ലോ. ശരിയായിരിക്കും. ഗിരിയേട്ടൻ്റെ സൗന്ദര്യത്തിനും ഉരുട്ടിക്കയറ്റി വെച്ചിരിക്കുന്ന ഈ ബോഡിക്കും ഒന്നും ഞാൻ ചേരില്ലായിരിക്കും. അത് എൻ്റെ മുഖത്ത് നോക്കി മാന്യമായിട്ട് പറയണം. അല്ലാതെ ഇങ്ങനെ പരിഹസിക്കരുത്. എല്ലാവരുടെ ശരീരം ഒരേപോലെ ആയിരിക്കണമെന്നില്ല. ഗിരിയേട്ടൻ്റെ മനസ്സിലുള്ള സങ്കല്പത്തിലെ പെണ്ണല്ല ഞാൻ. ശരിയായിരിക്കും. അതൊക്കെ എൻ്റെ മുഖത്ത് നോക്കി മാന്യമായിട്ട് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകും. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ കാറിൻ്റെ ഡോറ് തുറന്നിറങ്ങി. പിന്നെ അവനെ ഒന്ന് നോക്കുക കൂടി ചെയ്യാതെ യാത്ര പറയാതെ അവൾ അവിടെ നിന്നും നടന്നു. എന്ത് ദൈവമേ, പെണ്ണെന്തൊരു അടിയാ അടിച്ചത്? തടിച്ചീന്ന് വിളിച്ചതിനാണോ ഇവളിങ്ങനെ അടിച്ചത്? ഇങ്ങനാണെങ്കിൽ ഇവളെ കുറേ എനിക്ക് തരുമല്ലോ. അവൻ സ്വയം കാറിൻ്റെ കണ്ണാടിയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. പിന്നെ നടന്നു പോകുന്ന അവളെ നോക്കി. ഗുണ്ടുമുളക് ദേഷ്യപ്പെട്ട് പോന്ന കണ്ടില്ലേ? നീ ഒരു തടിച്ചിയല്ലേടി? എനിക്ക് നീയല്ലാതെ ആരടി തടിച്ചി ചേരുന്നത്? വർഷങ്ങളായിട്ട് എൻ്റെ മനസ്സിൽ കയറിക്കൂടിയ പെണ്ണല്ലേ നീ. നീ വേണ്ടെന്ന് വെച്ചാലും ഞാൻ നിന്നെ വേണ്ടെന്ന് വെക്കത്തില്ലടി പോത്തെ. പിന്നെ ഒരു ദിവസം എൻ്റെ കയ്യിൽ കിട്ടും. അന്ന് ഈ തന്നതിന് എല്ലാം കൂടി ചേർത്ത് ഞാൻ തരുന്നുണ്ട്. അവൾ പോകുന്നത് നോക്കി കുസൃതി ചിരിയോടെ പറഞ്ഞുകൊണ്ട് കാറെടുത്തു. ഒരു വളവ് കഴിഞ്ഞ് അവളുടെ വീടാണ്. ആ വളവിൻ്റെ അടുത്തായിരുന്നു അവൻ കൊണ്ടുവന്ന് നിർത്തിയത്. അതുകൊണ്ട് തന്നെ അവൻ ആ വഴിയിലേക്ക് നോക്കി നിന്നു. അവൾ അവളുടെ വീട്ടിലേക്ക് കയറിയത് ദൂരെ നിന്നൊരു മിന്നായം പോലെ കണ്ട അവൻ ചിരിച്ചുകൊണ്ട് കാറെടുത്തു. ക്രിസ്റ്റി പോയതും TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു സേറ. പെട്ടെന്നാണ് കോളിംഗ് ബെൽ അടിക്കുന്നത് അവൾ കേട്ടത്. ആരായിരിക്കുമെന്നുള്ള സംശയത്തോടെ അവൾ ചെന്ന് വാതിൽ തുറന്നു. പപ്പേ! മുമ്പിൽ നിൽക്കുന്ന ആളിനെ കണ്ടതും അവൾ ഓടിച്ചെന്ന് അയാളെ കെട്ടിപ്പിടിച്ചു. മോളെ! അയാൾ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് വിളിച്ചു. വാ പപ്പേ, കയറി വാ. അവൾ അയാളെ അകത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് പറഞ്ഞു. വേണ്ട മോളെ, പപ്പ കയറുന്നില്ല. അവൻ പോകുന്നത് കണ്ടു. അപ്പോൾ പപ്പയ്ക്ക് മോളെ ഒന്ന് കാണണമെന്ന് തോന്നി, അതുകൊണ്ട് വന്നതാ. അവൻ എവിടെ പോയതാ? ഇപ്പം വരുമോ? അയാൾ സംശയത്തോട് ചോദിച്ചു. ഇല്ല പപ്പേ, ഏതാ ഫ്രണ്ടിനെ കാണാൻ പോയതാ. പപ്പ കയറി വാ. ഇപ്പം വരില്ല. അവൾ അയാളെ നോക്കി പറഞ്ഞു. വരുന്നില്ല മോളെ, ഞാൻ ഇവിടെ നിന്നോളാം. അയാൾ പറഞ്ഞതും അവൾ പിന്നെ അയാളെ നിർബന്ധിക്കാൻ പോയില്ല. മോൾ എന്നോടൊപ്പം വാ. അവൻ എന്തേലും ചെയ്യുവാണെങ്കിൽ ഞാൻ നോക്കിക്കോളാം. വാ മോളെ, ഇല്ലെങ്കിൽ ഞങ്ങളോടുള്ള ദേഷ്യത്തിനും വാശിക്കും അവൻ മോളെ ഉപദ്രവിക്കുകയോ മറ്റോ ചെയ്യും. ഞാൻ മോളെ നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാ. അയാൾ അവളെ നോക്കി പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു. ഞാൻ വരുന്നില്ല പപ്പേ. എന്തിൻ്റെ പേരിലായാലും ഇച്ചായം കിട്ടിയ മിന്ന എൻ്റെ കഴുത്തി കിടക്കുന്നേ. ഇതിൻ്റെ അവകാശി വിട്ടിട്ട് ഞാൻ എങ്ങോട്ടും വരില്ല. പിന്നെ ഇച്ചായൻ എന്നെ ഉപദ്രവിക്കുമെന്ന് കരുതി പപ്പയും മമ്മിയൊന്നും പേടിക്കണ്ട. ഒരിക്കലും ഈ സേറയെ ഉപദ്രവിക്കാൻ ക്രിസ്റ്റിച്ചായന് കഴിയില്ല. അവൾ ചെറു പുഞ്ചിരിയോടെ അയാളെ നോക്കി പറഞ്ഞു. മോളെ അയാളെന്തോ പറയാനായി തുടങ്ങി. പപ്പയുടെ ഒപ്പം വരാനാണ് പറയുന്നതെങ്കിൽ വേണ്ട പപ്പേ, ഞാൻ വരില്ല. പപ്പയ്ക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് വരാം, എന്നെ കാണാം, സംസാരിക്കാം. ഇച്ചായനും അതിനൊന്നും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഞാൻ അങ്ങോട്ടേക്ക് വരില്ല. അവൾ ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് അയാളെ നോക്കിയതും അയാൾ ചെറുതായി അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അവൾ സംശയത്തോടെ അയാളെ നോക്കി. ആ പുഞ്ചിരിയുടെ അർത്ഥം അവൾക്ക് മനസ്സിലായിരുന്നില്ല. മോള് വരുന്നില്ലെന്ന് ഉറപ്പാണോ? അയാൾ വീണ്ടും ചോദിച്ചു.
ഉറപ്പാ പപ്പേ, ഞാൻ വരുന്നില്ല. പപ്പ പേടിക്കണ്ട, ധൈര്യമായിട്ട് പൊയ്ക്കോ. എന്നെ ഇച്ചായനൊന്ന് തല്ലിപ്പോലും വേദനിപ്പിക്കില്ല, എനിക്ക് ഉറപ്പുണ്ട്. അതൊന്നോർത്ത് പപ്പ പേടിക്കണ്ട. അവൾ ചെറുചിരിയോടെ പറഞ്ഞു. എത്ര അവൾ നിർബന്ധിച്ചാലും അവൾ വരില്ല എന്ന് അയാൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അയാൾ പിന്നെ ഒന്നും പറയാതെ യാത്ര പറഞ്ഞിറങ്ങി. വർഗീസ്, ശോശാമ വർഗീസ് എന്ന് പേരെഴുതിയ കല്ലറയ്ക്ക് മുൻപിൽ അവൻ നിന്നു. അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു, ചുണ്ടുകൾ വിതുമ്പി. കയ്യിൽ കരുതിയിരുന്ന ഒരു 2 റോസ് അവൻ ആ കല്ലറയ്ക്ക് മുൻപിൽ വെച്ചു. കയ്യിലുണ്ടായിരുന്ന മെഴുകുതിരി കത്തിച്ചുകൊണ്ട് അവൻ അതിനു മുൻപിൽ നിന്ന് കൈകൾ കൂപ്പി. അപ്പച്ച, അമ്മച്ചി, ഞാനാ നിങ്ങളുടെ ക്രിസ്റ്റി. എന്നെ മറന്നോ രണ്ടുപേരും? നിങ്ങൾ രണ്ടുപേരും കൂടി അവിടെ റൊമാൻസിച്ച് ആഘോഷിക്കുക അല്ലേ? ഈ 7 വർഷം നിങ്ങളുടെ ക്രിസ്റ്റി എങ്ങനെയാ ജീവിച്ചതെന്ന് നിങ്ങൾക്കറിയോ? എൻ്റെ അപ്പച്ചനെയും അമ്മച്ചിയും കൊല്ലാൻ എനിക്ക് പറ്റുമോ? ഞാനാണോ നിങ്ങളെ കൊന്നത്? പറയ്. എനിക്കതുകൊണ്ട് എന്തായിരുന്നു നേട്ടം? എന്നെ കൈവെള്ളെ കൊണ്ടു നടന്ന, എനിക്ക് വേണ്ടി വാദിച്ച എൻ്റെ അപ്പച്ചനെ അമ്മച്ചി ഇല്ലാതെയാക്കാൻ ഇല്ലായിരുന്നു എനിക്ക് വേണ്ടി അപ്പോൾ സംസാരിക്കാൻ. എൻ്റെ നല്ല പ്രായത്തിൽ 7 വർഷം ഇല്ലാതായിപ്പോയത്. ആ ജയിലിനുള്ളിൽ ഞാൻ ജീവിച്ചു തീർത്തത്. അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ കണ്ണുകൾ തുടയ്ക്കുമ്പോൾ ഒരു ഇളങ്കാറ്റ് അവനെ തഴുകി പോകുന്നത് പോലെ അവന് തോന്നി. നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ, എൻ്റെ സേറെ ഞാൻ സ്വന്തമാക്കി. പെണ്ണിനെ കുറേ ഇട്ട് വട്ടുപിടിപ്പിക്കുന്നുണ്ട്. വാശിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അവളെ കെട്ടിയെന്ന് പറഞ്ഞിട്ട് പോലും അവൾക്കൊരു കുലുക്കവും ഇല്ല. ഞാനങ്ങനെ ചെയ്യില്ലെന്ന് അവൾ പറയുന്നേ. അതായത് അത്രയ്ക്ക് വിശ്വാസമാണ് പെണ്ണിന് എന്നെ. ആ പഴയ കുറുമ്പും വാശിയൊക്കെ അതേപോലെയുണ്ട് പെണ്ണിന്. ശരിക്കും എൻ്റെ അപ്പച്ചനും അമ്മച്ചിയായിരുന്നു അവൾ എൻ്റെ ഈ കരങ്ങളിൽ ചേർത്ത് വെക്കേണ്ടിയിരുന്നത്. പക്ഷേ അത് നടന്നില്ല. നിങ്ങൾ വിഷമിക്കണ്ട. സ്വർഗത്തിൽ രണ്ടുപേരും ഹാപ്പിയായിട്ട് പഴയതുപോലെ ചിരിച്ച് കളിച്ച് തമാശയൊക്കെ പറഞ്ഞ് റൊമാൻസിച്ചിരിക്കുക. ഞാൻ കണ്ടുപിടിക്കും നിങ്ങളുടെ മരണത്തിൻ്റെ ഉത്തരവാദിയായവനെ. 7 വർഷം എന്നെ ജയിലിലാക്കിയിട്ട് ഇവിടെ ഒന്നും അറിയാതെ വിലസി നടക്കുന്നവനെ ഞാൻ കണ്ടുപിടിക്കും. അത് പറയുമ്പോൾ അവൻ്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. അവൻ കൈകൾ ചുരുട്ടിപ്പിടിച്ച് ദേഷ്യത്തെ നിയന്ത്രിച്ചു. വീട്ടിലേക്ക് വന്ന മിത്ര മുറിയിലേക്ക് കയറി വാതിലടച്ചു. പിന്നെ കട്ടിലേക്ക് കിടന്ന് പൊട്ടിക്കരഞ്ഞു. ഇഷ്ടമല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ പോരെ? എന്തിനാ അങ്ങനൊക്കെ പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കുന്ന? ഇനിയില്ല, എനിക്ക് ആരും വേണ്ട, എനിക്ക് ആരെയും കാണണ്ട. അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് സ്വയം പറഞ്ഞു. പിന്നെ മൊബൈൽ എടുത്ത് ഇൻസ്റ്റഗ്രാം ഓണാക്കി. അതിൽ ഗിരിയുടെ അക്കൗണ്ട് എടുത്ത് അവൾ അത് ബ്ലോക്ക് ചെയ്തു. പിന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചുകൊണ്ട് അവൾ കട്ടിലേക്ക് കിടന്ന് കരഞ്ഞു. അവൻ വിളിച്ചത് ഓർത്തോർത്ത് അവൾക്ക് വിഷമം വരുന്നുണ്ടായിരുന്നു. അതിനനുസരിച്ച് അവളുടെ കണ്ണുകളും നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു.